ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന MCS പ്രസിഡന്റ് പറയാനും ബഹുമാനപ്പെട്ട ചോളമത്തായി സാർ, ബഹുമാനപ്പെട്ട മാത്യു ഗുരുവയച്ചൻ, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ, പ്രിയപ്പെട്ട ധർമ്മരാജ്, പ്രിയപ്പെട്ട ജ്യോതി സാറ് ഉൾപ്പെടെയുള്ള MCAയുടെ ഭാരവാഹികൾ, എല്ലാം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സ്വർണ്ണാഭനായ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് കാതോലിക്ക ബാബ തുടങ്ങിയ അനുസ്മരിക്കുന്ന ഈ അവസരം, അതിന് ഏറ്റവും ഉചിതമായ ഇടം ഉണ്ടെന്നൂരാണ്. അവിടെ പുനരേഖ്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സഭാ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടവക കൂട്ടായ്മയാണ്, ആരാധന സമൂഹമാണിത്. ഈ ഇടവുമായി ബന്ധപ്പെട്ട ധാരാളം അനുഭവങ്ങൾ പ്രായമായ ആ സമൂഹത്തിൻ്റെ മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. ബസേലിയോസ് തിരുമേനി തുറന്നു വീഴുന്നത് ഇപ്പോഴേക്ക് പ്രസ്ഥാനത്തിൻ്റെ ആരംഭ നാളുകളിലാണ്. കുടുംബത്തെക്കാൾ പ്രധാനം സഭയാണ്, തൻ്റെ ഉദ്യോഗത്തെക്കാൾ പ്രധാനം സഭയാണ്, എൻ്റെ ജീവനേക്കാൾ പ്രധാനം സഭയാണ് എന്ന് ഒരു കുടുംബം, ഒരു വ്യക്തി നാം എപ്പോഴും ആദരവോടെ അനുസ്മരിക്കുന്ന മത്തായി സാറിൻ്റെ ആ ഒരു കുടുംബം സഭയെ പറ്റിയുള്ള അധികാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസരത്തിലാണ് ആ സഭാത്മകമായ തീഷ്ണതയുടെ ചൈതന്യം സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് കുലീനമായ തറവാട്ടിൽ ജെയിംസ് എന്ന ബാലൻ തുറന്നു വീണത്. അവിടെ മറ്റ് വിഷയങ്ങളൊന്നും സംസാരം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഉദരം മുതൽ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അഭിനയ പിതാവ് തുറന്നു വീണതും വളർന്നു വന്നതും. അപ്പോൾ ആ ഒരു അടിസ്ഥാനമാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ബദനി സന്യാസ സമൂഹത്തിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. അത് ഭാഗ്യസ്മരണാർഹനായ ധന്യനായ മാർ യുവാനിയോസ് തിരുമേനിയുടെ പ്രത്യേകമായ അനുഗ്രഹ ആശസ്സുകളോടെയാണ്. ഇവിടെ സഭ എന്ന വികാരം രക്തത്തിൽ അലിഞ്ഞുകയർന്ന ആ ഒരു ബാലൻ വളർന്ന് അന്ന് രൂപപ്പെട്ടു വന്ന സഭയെ പറ്റിയുള്ള സങ്കല്പങ്ങളെല്ലാം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ തക്കവണ്ണം ആ തന്റെ വിളി, തന്റെ നിയോഗം നിറവേറ്റിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. 72ാമത്തെ വയസ്സിൽ നമ്മോട് വിട പറയുമ്പോൾ ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി എന്നുള്ളതാണ് ഒന്നാമതായി അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പിതാവിനെ പറ്റിയുള്ള ധാരാളം ഓർമ്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അത് ഒറ്റപ്പെട്ട ഓർമ്മകളല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഞങ്ങളൊക്കെ സെമിനാരിയിൽ, മൈനർ സെമിനാരി വൈദിക വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അരമനയിൽ, പഴയ അരമനയിൽ, ഇപ്പോഴത്തെ സെന്റ് ലൂഷ്യസ് സെമിനാരി, ഇപ്പോഴത്തെ സെമിനാരിയിൽ പണ്ട് ഉണ്ടായിരുന്ന
സെന്റ് മേരീസിനടുത്തുള്ള ആ സെമിനാരിയിൽ സുപ്പീരിയർ ജനറൽ എന്നുള്ള നിലയിൽ അഭിയന്റെ പിതാവ് വൈദികനായി അവിടെ എത്തിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ അതുവഴി പോകും. ഭക്ഷണം മുറിക്കെടുത്താണ് അതിലാണ് താഴേക്ക് പോകുന്നത്. അപ്പോൾ പല സന്ദർഭങ്ങളിൽ സന്ധ്യയ്ക്കുള്ള ഭക്ഷണത്തിന് പിതാവിനെ അവിടെ കണ്ടിട്ടുണ്ട്, ഈ സിർലച്ചനെ അവിടെ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ ഒരു രൂപമാണ്. അത് ഇത്രയും മനോഹരമായ ഒരു രൂപമാണ്. ഈ ഇത്ര മനോഹരമായ ദീക്ഷ ഇങ്ങനെ പുക്കൾ വരെ ദീക്ഷയാണ്. ആ ഒരു അതാരെയും ആകർഷിക്കുന്നത്, നമ്മുടെ കണ്ണ് നിറയ്ക്കുന്നത്. അതല്പം കഴിഞ്ഞപ്പം നരയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറെ കൂടി സുന്ദരമായതാണ്. അങ്ങനെയാണത്. ആ ഒരു രൂപമാണ് ഒന്നാമതായി മനസ്സിലുള്ളത്. അത് പിതാവിന് മുമ്പ് തന്നെ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ നടക്കുന്ന സമയത്ത് റോമിൽ പഠിക്കുകയാണ്. കാനലൂയിൽ പഠനം നടത്തുകയാണ്. ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ലോകത്തിലുണ്ടാക്കിയ മാറ്റം സഭയിൽ മാത്രം ഉണ്ടാക്കിയ മാറ്റമല്ല, എല്ലാ സഭാ സമൂഹം, കത്തോലിക്ക സഭയിൽ മാത്രമല്ല എല്ലാ സഭാ സമൂഹങ്ങളിലും ലോകത്താകമാനുണ്ടായ ആ മാറ്റങ്ങളിൽ സഭാ പിതാവ് എന്നുള്ള നിലയിലല്ല പങ്കെടുത്തത്. പക്ഷേ അവിടുത്തെ പ്രഗത്ഭനായ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്നുള്ള നിലയിലും നാട്ടിൽ നിന്നും എത്തുന്ന എല്ലാ പിതാക്കന്മാരെയും സ്വീകരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെയേറെ നേതൃത്വ സിദ്ധിയുള്ള പ്രതിഭാശാലിയായ സിർലച്ചന്റെ ആ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഓരോ ഡോക്യുമെന്റും രൂപപ്പെടുന്ന സന്ദർഭം മുതൽ അതിൻ്റെ എല്ലാ ആലോചനകളും നമുക്കറിയാം. അത് സിവിലിൽ വെച്ച് മാത്രം രൂപപ്പെടുന്നതല്ല, മറിച്ച് അതിൻ്റെ പഠനവേദികൾ അനേക സ്റ്റഡി സർക്കിളുകളിലൂടെ കടന്നു വരുന്ന കരടാണ് അവർ അവതരിപ്പിക്കപ്പെടുന്നത്. ആ പ്രമാണരേഖകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പഠിച്ചെടുക്കേണ്ട ഒന്നായിരുന്നില്ല, മറിച്ച് വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ചൈതന്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്നത്. ഇവിടെ ബദനിയുടെ സുപ്പീരിയർ ജനറലായി വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകൾ പ്രായോഗികമാക്കുന്നതിൽ വഹിച്ച ഒരു മുഖ്യമായൊരു പങ്ക് ബദനി സന്യാസ സമൂഹത്തിലൂടെ അദ്ദേഹം വഹിക്കുകയുണ്ടായി. അങ്ങനെ ആരംഭിക്കപ്പെട്ട ആ ഒരു തുറവിയുടെ ആ ഒരു ചൈതന്യം ബദനിക്ക് നൽകുന്നതിലൂടെ മലങ്കര കത്തോലിക്ക സഭയിലെ മാറ്റത്തിൻ്റെ ഇളം തെന്നൽ ഇവിടെ പ്രവേശിപ്പിക്കുവാൻ മുഖ്യമായ പങ്ക് വഹിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്ന ദേശീയ സെമിനാറുണ്ട്, ഓൾ ഇന്ത്യ തലത്തിൽ നടന്ന ബാംഗ്ലൂരിൽ നടന്ന സെമിനാർ. അവിടെ പിതാവ് നൽകിയ പ്രത്യേകമായ ഒരു നേതൃത്വമുണ്ട്. വൈദികനായിരുന്നുകൊണ്ട് തന്നെ നൽകിയ ആ ഒരു ഏകറീത്ത് വാദത്തിനെതിരെ ആ ഒരു വാദം ഉയർന്നു വന്നതിനെതിരെ എടുത്ത നിലപാടുകളും പഠനം. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് തന്നെ ഓർമ്മിക്കുന്നത് CBCI നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനിക്ക് CBCI പ്രസിഡന്റാകാൻ പോലും സാധിച്ചില്ല. സാധിക്കാതിരുന്നത് എന്താണെന്ന് സഭയെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാടെന്നാണ്. അംഗസംഖ്യ ഇത്രയേ ഉള്ളൂ, പത്രന്മാരുടെ എണ്ണം ഇത്രയേ ഉള്ളൂ. പക്ഷേ സഭ എന്ന് പറയുന്നത് അത് ആൾബലം നോക്കിയുള്ളതല്ല, മറിച്ച് അത് സഭാ സമൂഹങ്ങളുടെ കൂട്ടായ്മയാണ് സഭ എന്നുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ ദർശനം അവതരിപ്പിച്ച് 90 മിനിറ്റ് എടുത്താണ് അദ്ദേഹം അവിടെ ഇതിനുവേണ്ടി വാദപ്രതിവാദം ഉണ്ടായപ്പോൾ അതിനെ ഒരു പ്രത്യേകമായ ഒരു സെഷൻ നിശ്ചയിക്കുകയും പൗത്യ തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ തിരുമേനിയുടെ പ്രഭാഷണം അതിൽ അന്ന് ഈ മെത്രാന്മാരെയെല്ലാം സ്വാധീനിക്കാനും ഭാരതത്തിൽ നമ്മളുടെ ഈ സമീപനങ്ങൾക്ക് ആകമാനം മാറ്റമുണ്ടാക്കുന്നതിന് കാരണമാക്കിയ ആ ഒരു അടിസ്ഥാനപരമായ പ്രഭാഷണമായിരുന്നു. മെത്രാനായി പ്രത്യേക രൂപതാധ്യക്ഷനായിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വരം ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും സഭാവേദികളിൽ ശ്രദ്ധിക്കപ്പെടുക. അത്രമാത്രം പ്രതിഭാശാലിയായിരുന്നു എന്നുള്ളതാണ്.
അത് പഠിക്കുന്ന കാലം മുതൽ KCBC പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിൽ KCBCയിൽ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പിതാവിന്റെ ആ വാക്കുകളാണ് ഒരു അന്ത്യവാക്കുകളായി വരുന്നത്. CBCയിൽ ആൺബലമില്ലെങ്കിലും ഒരു ദാർശനികമായ കാഴ്ചപ്പാടിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വാദങ്ങളെ കണ്ണിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നു. വളരെ പ്രഗത്ഭരും പക്ഷേ ഈ ഇതുപോലെയുള്ള സുറിയാനി സഭകൾ, ഓറിയന്റൽ സഭകളോട് ഒരു നിഷേധാത്മകമായ നിലപാട് പുലർത്തിയിരുന്ന മെത്രാന്മാരുടെ, വലിയ പ്രഗത്ഭരായ മെത്രാന്മാരുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ഒരു ഒറ്റയാൻ പട്ടാളം പോലെ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഈ ദാർശനികതയാണ് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സഭയെ സംബന്ധിച്ച് ഒരു ദർശനം ഉണ്ടായി. സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. സഭ ചരിത്രത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ ഞാൻ പ്രവേശിക്കുന്നില്ല. അർത്ഥത്തിൽ സഭയെ പറ്റിയുള്ള ആ ഒരു ദർശനം പൗലോസ് ക്രിസ്തു ശാസ്ത്രമാണ് പൗലോസ് ലേഖനങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത്. ആ ക്രിസ്തു ശാസ്ത്രത്തിൽ നമ്മുടെ സഭാത്മകതയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് പൂർണ്ണമാകുന്നത് പൗലോസിന്റെ മാനസാന്തരത്തോടെ. ആ ഒരു ദർശനത്തിന്റെ ചുവട് പിടിച്ചാണ് മാറിമാന്യത്തിന് വേണ്ടി ഒരു മിഷണറിയായ സഭയെ സംബന്ധിച്ചുള്ള ആ ദർശനം രൂപപ്പെടുത്തിയെടുത്തത്. അത് അടിസ്ഥാനപരമായ സഭയുടെ സ്വഭാവമാണ്. അത് ആ ഒരു ദർശനത്തെ പ്രായോഗികമായി ഭാരതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് പിതാവ് വഹിച്ച ആ ഒരു പങ്ക് നിർണായകമായ ഒരു പങ്കാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയും ഇവിടെ വന്ന് അദ്ദേഹം 1978 ഞങ്ങൾ 78 ഡിസംബർ 22 ഞാൻ വൈദികനായത്. 28 6 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു നമ്മുടെ 2 പിതാക്കന്മാരുടെ തിരുമൂലപുരത്തിൽ വെച്ച് മെത്രാന്മാരായി തീർന്നത്. ശേഷം ബത്തേരിയിലേക്ക് പോകുമ്പോഴുണ്ടായിരുന്ന അവിടുത്തെ അവസ്ഥകളെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ആ ഭദ്രാസനത്തെ സമ്പൂർണമായി ആസൂത്രണം ചെയ്യുന്നത് ഓരോ ഇടവകയിൽ സ്വയം പര്യാപ്തത കണ്ടെത്തുന്നതിന് പര്യാപ്തമാണെന്നും ഓരോ പ്രദേശത്തും വാങ്ങിക്കാവുന്നത്ര സ്ഥലം വാങ്ങിച്ചത് ഈ നമ്മുടെ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ വിഭവം, പ്രകൃതി വിഭവങ്ങൾ, അത് മനുഷ്യ വിഭവവും പ്രകൃതി വിഭവവും, അത് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനോ എക്കണോമിസ്റ്റോ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 2 തലങ്ങളിൽ പരിപൂർണമായ സാധ്യതകൾ, റിസോഴ്സസ് പരമാവധി ഉപയോഗിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടെയാണ് അവിടെ. അതുകൊണ്ട് ബത്തേരിയിലെ ഓരോ ഇടവകയുമായി ബന്ധപ്പെട്ട് അരേക്കറും 1 ഏക്കറുമല്ല, അവിടെ ഏക്കറുകൾ കണക്കിന് സ്ഥലം വാങ്ങിച്ചിട്ടു. അവിടെ വൈദികരുടെ എണ്ണം എത്രയുണ്ടായി നമുക്കറിയാം. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ സന്യാസമായി അവിടെ കടന്നു വന്നു. വൈദികരെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എത്തി. അവിടെ വികസനം, ഞാൻ ഒരിക്കലും അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ പിതാവ് എന്നെ അരമേഴ്ന്ന് കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ സന്ധ്യയ്ക്ക് നടന്നു. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ നടന്നപ്പോൾ പിതാവ് ചെന്ന് അവിടെ ഇത് കോളേജ് പറയുന്ന സ്ഥലവും മറ്റുള്ള സ്ഥലവും ഇവിടെ സോഷ്യൽ സർവീസിന്റെ സ്ഥലവും ഇതെല്ലാം എത്ര ഏക്കറാണ് ഇവിടെ ഈ കിലോമീറ്ററോളം ദൂരത്തിൽ അവിടെ വസ്തു എല്ലാം വാങ്ങിച്ചു. അതിനുള്ള എല്ലാ ചിട്ടപ്പെടുത്തലുകളും നടത്തി, എല്ലാ ക്രമീകരണങ്ങളും നടത്തി. അപ്പൊ നമുക്ക് ഒരു അഭിമാന ബോധമുണ്ടാകത്തക്കവണ്ണം വെച്ചാൽ അവിടെ ഈ വസ്തുവകകൾ വാങ്ങിക്കുകയും സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അവിടെ ഒരു എയ്ഡഡ് കോളേജ് നമുക്ക് വാങ്ങിക്കാൻ, അതുപോലെ തന്നെ നിരവധി സ്കൂളുകൾ ആരംഭിക്കാൻ, അവിടെ ഉള്ള എല്ലാ സാധ്യതകളും ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ കടന്നു ചെന്ന് വികസനത്തിന്റെ ആ ഒരു മാതൃകകൾ സൃഷ്ടിക്കാൻ, സാമൂഹ്യ സേവന രംഗത്തെ കർമ്മനിരതമാക്കി അവിടെ പൊതുസമൂഹത്തെ ഈ ദൈവരാജ്യ ശുശ്രൂഷയോട് ചേർത്ത് നിർത്താൻ നടത്തിയ ആ പരിശ്രമങ്ങളെല്ലാം തീർച്ചയായും മാതൃകയാണ്. ബത്തേരി മാതൃക എന്നുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത വികസനത്തിന്റെ മാതൃകയാണ്. ഞാൻ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല.
അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ മർഗൻ ജോസ് തിരുമേനി കാലം ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് ഇവിടെ എത്തിച്ചത്. ഒരു കാലഘട്ടം പോലും ഒരു അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ അവിടെ എത്തിച്ചത്. അവിടെ വലിയ വൈദികൻ അവിടെ മാർഗൻ കോളേജ് ക്യാമ്പസിലുള്ള ആ ഹോളിൽ ഒന്നിച്ചുകൂടിയ വൈദികൻ നിറച്ച് വൈദികരാണ്. വൈദികരാണ്. അപ്പൊ അത്രയും വൈദികരുടെ അവിടെ ഇപ്പോഴെന്താണ് ഇത്രയും നീണ്ടു കിടക്കുന്ന വിശാലമായ മാർത്താണ്ഡ മുതൽ ഇവിടെ റാന്നി വരെയുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണ്. അവർക്ക് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വിഷയം നമുക്ക് എന്താണ്, അവർക്ക് സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ ആകാംക്ഷകൾ പങ്കുവയ്ക്കാനും അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതായി. അദ്ദേഹം എല്ലാവരും ഒന്നിച്ചു കൂട്ടി രാവിലെ 9:30 മുതൽ, ഒരു ദിവസം ഓർമ്മിക്കുന്നു, 9:30 മുതൽ ഈ ചർച്ചകൾ ആരംഭിച്ചു. അതിന്റെ ടോക്കിന് ശേഷം ആരംഭിച്ചു. എല്ലാ അച്ഛന്മാരും സംസാരിച്ചു. അപ്പോൾ 1:30 വരെ അച്ഛന്മാരുടെ സംസാരം. അച്ഛന്മാരുടെ ഒരു കുറിപ്പ് പോലും വരെ വേണ്ടിയില്ല, ഒരു കുറിപ്പ് പോലും വേണ്ടി. അദ്ദേഹം എല്ലാം മനസ്സിൽ സംഗ്രഹിച്ചു. അതിനുശേഷം അദ്ദേഹം വേദിയിലേക്ക് കയറി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എനിക്ക് പറയുന്നത് കേട്ടിട്ടേ നിങ്ങൾ പോകാൻ പറ്റുന്നില്ല. 3:30 മണി വരെ ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുത്തി ഒരു തുണ്ട് പേപ്പറും ഇല്ലാതെ ഈ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമ്പൂർണമായ വിശദീകരണം. അതിനുശേഷം ഏതാനും മീറ്റിങ്ങുകൾ കൂടി മാത്രമേ സംസാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനോട് സംശയമില്ല. ചോദിക്കുക ആ ചോദ്യങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിലാണ് ശാന്തമായി കേൾക്കാനും ശാന്തമായി ഉത്തരം പറയാനും സാധിക്കുന്ന ആ ഒരു സമയം. ഇപ്പോൾ ഇവിടെ വിമർശനങ്ങളുണ്ടാകും, പലതരത്തിലുള്ള വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളോട് പൊട്ടിത്തെറിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടുള്ളതാണ്. അതാണ് ഇവിടെ മറ്റുള്ളവരെ കൊണ്ട് പറയിച്ച് അവിടെ കൂടുതൽ പുറത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ സംസാരിച്ച് ശാന്തമായി സംസാരിച്ച് തുടങ്ങി. അത് അങ്ങനെ ആ ഒരു അവസാനം നമ്മുടെ ബോധ്യങ്ങളിൽ എത്തിക്കുന്ന ആ ഒരു ദാർശനികതയെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് എനിക്ക് സംസാരിച്ചു തീർക്കണം. പിന്നെ അവിടെ സൂചിപ്പിച്ച ധാരാളം ഉദാഹരണങ്ങൾ നമുക്കിവിടെ എടുത്ത് പറയാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം ആ രീതിയിൽ അപ്പൊ ഇതെന്താണ് കാരണം, എന്താണ് ഇതൊരു ശുദ്ധനായ ഒരു സന്യാസിയായി. ഈ മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇതുപോലെ പണം വിദേശങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്രാനില്ല. അത് കേരളത്തിൽ അത് ബത്തേരിയിലായിരിക്കുമ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴുമായി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിനിമമാണ്. അദ്ദേഹം പലപ്പോഴും ബെന്നിലിട്ടുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നത് അവിടെ ഇവിടെ കീർത്തുന്ന ഈ കൈലി, ഈ ചുമന്ന കൈലി പുറത്തിട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമ്പാദിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം പുലർത്തുന്ന ഒരു അകലം, ഹൃദയം കൊണ്ട് പുലർത്തുന്ന ആ ഒരു അകലമാണ്. അപ്പോൾ സന്യാസിക്കും ഇതാണ് കോടിപതിയാകാൻ സാധിക്കും, അല്ലെങ്കിൽ വലിയ സമ്പാദ്യങ്ങളുടെ ഉടമസ്ഥരാകാൻ സാധിക്കും. എന്തിനു വേണ്ടി? അത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവയാണ്. എന്താ പറയും, നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടായി പറയും, നിങ്ങൾ കണക്കുണ്ടാക്കാനൊന്നും പോകണ്ട, കണക്കിന് തന്നാൽ മതി. കണക്കുണ്ടാക്കാനാണ് നമുക്ക് പ്രയാസം. അതാണ് ഇതിനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്നില്ല. നിങ്ങളെ റിയലായിട്ടുള്ള കണക്കിന് തന്നിച്ചാൽ മതി. അപ്പോൾ അവിടെ ഒരു കണക്ക് അവതരിപ്പിച്ചാൽ എവിടാണ് പിശവ് പറ്റിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് അദ്ദേഹം പോയി വിദേശത്ത് പോയി അവസാനം പഠിച്ചത് സെന്റ് ജോൺസിൽ പോയി പഠിച്ചത് അമേരിക്കൻ സൈക്കോളജിയാണ് പഠിച്ചത്. നമ്മളെല്ലാം
അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ആ ഒരു ആദ്യത്വം, ആ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഒന്നും അറിയാത്ത രീതിയിൽ അദ്ദേഹം ഭാവിക്കും. അദ്ദേഹം തമ്മെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളെയും മറന്ന് ചേർത്ത് നിർത്തുകയാണ്. അദ്ദേഹം കുറ്റപ്പെടുത്തിയത് മൂലം, അദ്ദേഹത്തിന്റെ വാക്കുമൂലമോ പ്രവർത്തനം മൂലമോ മുറിവേറ്റ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കും. ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അവിടെ ആരെയും നൊമ്പരപ്പെടുത്താതെ ഈ ശുശ്രൂഷകളുമായി, കാരണം ഒരു പിതാവാണ്, അജപാലകനാണ്, ആ ഒരു കാഴ്ചപ്പാടോടെയാണ് പിതാവ് എപ്പോഴും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഈ ശാന്തതയും ഈ ലാളിത്യവുമെല്ലാം ആഴമായ ആത്മീയതയുടെ അടയാളം. നമുക്ക് അന്ന് ഈ കസ്മാറ്റിക് പ്രസ്ഥാനമായിട്ടും മറ്റു പ്രസ്ഥാനമായിട്ടും നമ്മുടെ ഈ ഭാഗ്യമായ ബഹളങ്ങളിൽ ചിലപ്പോൾ നമ്മൾ മുഴുകിപ്പോകാനിടയുണ്ട്. അവിടെയാണ് പക്ഷെ ആത്മീയത എന്ന് തെറ്റിദ്ധരിക്കാനിടയായി തീരുന്നു. മറിച്ച് ആഴങ്ങളിലാണ് ആത്മീയത എന്ന്, ഈ മൗനങ്ങളിലാണ് യഥാർത്ഥത്തിൽ ദൈവികമായി വെളിപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള ആ ഒരു പാഠം പിതാവ് നമുക്ക് നൽകുന്ന ആ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഇതിപ്പം മാർത്താണ്ഡ രൂപത രൂപീകൃതമായി. ഇതിപ്പോ പാറശാല രൂപതയ്ക്ക് വിത്തിട്ടതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് അവിടെ കാട്ടാക്കടയായാലും ബാലനാപുരത്തായാലും അവിടെ വിവിധ ഇടങ്ങളിൽ സ്കൂളുകൾ ആരംഭിച്ചു. അവിടെ 4 സ്കൂളുകൾ ആ പ്രദേശത്ത്, അമ്പൂരി ഏറ്റവും അവികസിത പ്രദേശങ്ങൾ നോക്കി അവിടെ സ്കൂളുകൾ ആരംഭിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവിടെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിനാണ് ഇവർ പഠിക്കേണ്ടത്. പൂവാറിൽ പള്ളി കൊടുക്കും, ഹരിജൻ പള്ളിയാണ്. അവിടെ 110 വീടുള്ള ഒരു പള്ളിയാണ്. അവിടെ പൂവാറിൽ പള്ളി കൊടുത്ത് പള്ളിയുടെ കൂതാശ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഓട്ടോറിക്ഷ പിടിച്ചെങ്കിലേ മറുവായിലെത്താൻ സാധിക്കുള്ളൂ. അന്ന് നമ്മുടെ തിരുവനന്തപുരത്തെ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പള്ളി. അപ്പോൾ പിതാവ് പറഞ്ഞു, അവർക്ക് അഭിമാനബോധം ഉണ്ടാകട്ടെ. ഇപ്പോൾ ആവശ്യമില്ല. അവരുടെ വീടുകൾ കൊച്ചു വീടുകളാണ്, അവർ കൂരയിൽ കഴിയുന്നവരാണ്. അവരുടെ പള്ളിയെ പറ്റി പള്ളി എന്നുള്ളൊരു അഭിമാനം ഉണ്ടാക്കാൻ. ഇതാണ് അദ്ദേഹം പുലർത്തിയ കാഴ്ചപ്പാട്. ഈ രൂപതകൾ പാറശാല ധർമ്മരാജനുണ്ട്. ധർമ്മരാജന് ആ പ്രദേശത്തുള്ള അവിടെ നമ്മുടെ കുഴിനല്ലൂരച്ചിലായിരുന്നു 10-50 പള്ളികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഞായറാഴ്ച കുർബാന ആരംഭിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് പോലെ ആരംഭിക്കും. പിറ്റേ ദിവസം ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു 10-30 പള്ളികൾ ഒരാഴ്ച നോക്കിയിരുന്നതാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ആരെങ്കിലും ഞായറാഴ്ചക്കാരുടെ ഇവിടെ ചെല്ലുമെന്നുള്ളതായിരുന്നു. പിതാവ് യുവ വൈദികരെ അവിടെ അപ്പോയിന്റ് ചെയ്ത് തെക്ക് പ്രദേശങ്ങളിലേക്കാണ്. നമ്മുടെ യുവ വൈദികരെ അവിടെ കൂട്ടമായി അയച്ച് അച്ഛന്മാർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ച് ഈ മിഷൻ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ചെടുത്തതിന്റെ പരിണത ഫലമാണ് പാറശാല രൂപത. ഇന്നിപ്പോ നമുക്ക് ഊറ്റക്കൊള്ളുന്ന മറ്റു പല രൂപതകളെക്കാൾ ഒരു പക്ഷേ ഒരു 10-20 വർഷത്തിനുള്ളിൽ ഇവിടെ ഏറ്റവും ശക്തമായ സഭാ സമൂഹം പാറശാലയുടെ നമ്മുടെയൊക്കെ ആളുകൾ പോവുകയാണ്, കുടിവെറുകയാണ്, അത് കുടിവെറുകയാണ്. പക്ഷെ അവിടെ ഒരു 10-15 വർഷം 20 വർഷം മുമ്പ് അവിടെ ചെന്നിട്ടുള്ള ഇടവകളിൽ ഇപ്പോൾ എന്താണ് ചെന്നാൽ അന്ന് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ ഇടവകളിൽ അങ്ങനെ കാണാനില്ല. അപ്പൊ അത് ഈ നമ്മുടെ സഭയുടെ മിഷണറിയായ ഒരു സഭയാണ്. വാസ്തവത്തിൽ ഈ സഭാ സമൂഹം ഇത്രമാത്രം ഉയർത്തപ്പെട്ടത് മിഷണറിയായ ഒരു സഭയാണ്, ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ചാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്? മിഷൻ രംഗങ്ങളിൽ സഭ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ, അത് വൈദികരുടെ സാന്നിധ്യം കൊണ്ടായാലും സന്യസ്തരുടെ സാന്നിധ്യം കൊണ്ടായാലും പണം മുടക്കുന്ന കാര്യത്തിലായാലും സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ ധാരാളം ആളുകൾ വിശുദ്ധി പ്രവർത്തനങ്ങളിലൂടെ മാർത്താണ്ഡവും
മറശാന്റെയും പ്രത്യേകിച്ച് പറയണം. തിരുവനന്തപുരത്ത് നല്ലൊരു ഭാഗം ഇതുപോലെ മിഷൻ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഈ കേന്ദ്രങ്ങളെ കേന്ദ്രമാക്കിയാണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ. അദ്ദേഹം ചെട്ടക്കോണത്തും അതുപോലെ തന്നെ എന്താണ് ഈ അഞ്ചലടുത്ത് അവിടെ സ്കൂളുകൾ ആരംഭിച്ചു. ഞാൻ വിസ്മരിക്കുന്നില്ല. ഇതിൽ പ്രത്യേകമായ ശ്രദ്ധ ഈ മിഷൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായി. അതുപോലെ തന്നെ വൈദികരെ പഠിപ്പിക്കുന്നതിലും ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിലായാലും അതുകൊണ്ടാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഈ വിഭവ വികസനം പരമാവധി ഉപയോഗിക്കുക. അത് ഈ പ്രകൃതി വിഭവങ്ങളോടൊപ്പം മനുഷ്യ വിഭവം ഉപയോഗിക്കുക എന്നതാണ്. അതിന് ഒരു വൈദികരെ ആയാലും മറ്റന്മായ പ്രേക്ഷിതരെ ആയാലും അവരുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ചു, അവരെ അതിനുവേണ്ടി നിയോഗിച്ചു. ഇന്ന് നമുക്ക് നുഷിയോയായിട്ട് യോജിച്ചിട്ടുണ്ട്. എന്താണ് ആർച്ച് ബിഷപ്പായി വഹിച്ചത്. നമുക്ക് അതുപോലെ തന്നെ കൈവളിയച്ചനെ അയച്ചത്. ഇതുപോലെ വിദേശങ്ങളിൽ അദ്ദേഹത്തിന് മൂന്നാം കണ്ണുണ്ട്. അവർക്ക് നോക്കിയാൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് നോക്കിയാൽ ആ ഗാൻഡിന്റെ എവിടെയാണ് കെട്ടിടം പണിയേണ്ടത്, എവിടെയാണ് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാം കൃത്യമായ ആ ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ദാർശനികനായിരുന്നു. ഈ ദർശനം മാറിവാനസ്ഥിരമാണ്. ദർശനവും കാതോലിക്കപ്പതിനുവേണ്ടി ദർശനവും ആ ഒരു ഐക്യപ്പെട്ടതിന്റെ പരിണതഫലമാണ്. അത് അന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് സ്വപ്നം കണ്ടു അത് പ്രായോഗികമാക്കുന്നതിനുള്ള ആ ഒരു പദ്ധതികളാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് പഠന വിഷയം തിരഞ്ഞെടുത്തത് തന്നെ എന്താണ് മലങ്കര സഭയുടെ നൈയാമികമായ വ്യക്തിത്വം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പഠിച്ചു. അപ്പൊ സഭയെ പറ്റി പഠിച്ചു. സഭ ഒരു ലഹരിയായിക്കൊള്ളതാണ്. എന്റെ സഭ എന്നുള്ള വികാരം, ആ ഒരു വികാരം എന്റെ ദൈവം, എന്റെ സഭ, അത് കഴിഞ്ഞ് മാത്രമേ ബാക്കി എന്തായാലും ഉള്ളൂ. അത് ദൈവവിശ്വാസത്തിന്റെയോ ആ ഒരു ആത്മീയതയുടെയോ അവർ ഏറ്റവും വലിയ അടയാളമാണ്. ആ സഭയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആത്മീയതയില്ല. സഭയുടെ വളർച്ച ആണ് യഥാർത്ഥത്തിൽ അളക്കപ്പെടുന്നത് നമ്മുടെ ആത്മീയതയുടെ, നമ്മുടെ സാംസ്കാരികമായ വളർച്ചയുടെയൊക്കെ ആ ഒരു അടയാളങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ സഭയുടെ അനന്യത സ്ഥാപിച്ചെടുക്കാൻ ശ്രദ്ധിച്ചു. ഇന്ന് ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ സഭയെ ശക്തമാക്കുന്നതിന് നമുക്ക് സഭ ബലഹീനം, ഇടവക ബലഹീനമായാൽ ഇവിടെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾ ബലഹീനമായി. സഭ ശക്തമാകുന്നതനുസരിച്ച് നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നേരത്തെ അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. സൂചിപ്പിച്ച പുതിയ മിഷനുകളെ സംബന്ധിച്ച് ഒരു പാസ്റ്റർ പ്ലാനിങ്, അത് രൂപതയെ സംബന്ധിച്ചായാലും ഭദ്രാസനത്തെ സംബന്ധിച്ചായാലും ഒരു പ്ലാനിങ് എന്താണ്, 10 വർഷം കൊണ്ട് 25 വർഷം കൊണ്ട് എന്താണ്, എവിടെയാണ് എത്തിച്ചേരേണ്ടത്. അല്ല ഞാൻ ഇവിടെ ഈ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തു തീർക്കണം എന്നതല്ല, മറിച്ച് അപ്പുറത്ത് സഭ എവിടെ എത്തിച്ചേരണം, എന്തായിത്തീരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെയുള്ള ഒരു ആസൂത്രണമാണ് ഉണ്ടായത്. മാർത്താണ്ഡൻ രൂപതയും മൂവാറ്റുപുഴ രൂപതയും മാവേലിക്കൽ രൂപതയും രൂപീകൃതമായി. ഇവിടെ രൂപതകൾ ഇങ്ങനെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു അതുണ്ടാക്കുന്ന സൽഫലങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടപ്പോഴാണ് പുതിയ രൂപതകൾ ഉണ്ടാകാൻ ഇടയായത്. അമേരിക്കയിലും അമേരിക്കയിൽ എക്സാക്ടേറ്റ് ഉണ്ടായി, യൂറോപ്പിലും അതുപോലെ തന്നെ ഗൾഫ് പ്രദേശങ്ങളിലും സഭയെ സംബന്ധിച്ച് നിയതമായ രൂപം നൽകാൻ സംവിധാനം ഉണ്ടാക്കുന്നതിൽ പിതാവ് നേതൃത്വം നൽകി സ്വയം ഭരണാധികാരമുള്ള സഭയായി സഭയെ രൂപപ്പെടുത്തി. അവിടെ നമ്മുടെ വാസത്തിൽ തിരുവേലിയുടെ ദൗത്യം അവസാനിച്ചു. ബാക്കിയുള്ളതൊക്കെ പിന്തലമുറക്കാർക്ക് വെച്ച് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനോട് ചേർന്ന് മേജർ ആർച്ച് ബിഷപ്പായി സിറിലുള്ള സഭയായി ഇനിയും ബാക്കിയുള്ളതെല്ലാം അതിനോട് ചേർന്ന് വരുന്നതാണ്.
ബാക്കിയുള്ളതെല്ലാം നീ മെത്രാന്മാരെ നിർണ്ണയിക്കാൻ ഇവിടെ നമ്മുടെ സിനഡിന് അധികാരമുണ്ട്, ഇവിടെ രൂപതകൾ വിഭജിക്കാൻ സിനഡിന് അധികാരമുണ്ട്, മറ്റ് സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ സിനഡിന് അധികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായ സഭയുടെ ഒരു വളർച്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നിക്ഷേപത്തെ സംരക്ഷിക്കാനുള്ള ആ ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ നമ്മളുടെ ഈ പൂർവ്വസൂര്യകൾ നമുക്ക് സമ്പാദിച്ച ഈ വലിയ ദൗത്യം, ആ ദൗത്യം നിലനിർത്തിക്കൊണ്ട് ആലോചിതമായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചാണ്. ഇപ്പോ സഭൈക്യത്തിന്റെ വാതിലാണ് മലങ്കര കത്തോലിക്ക സഭ എന്ന ആ ഒരു സന്ദേശമാണ് ലോകത്തുള്ളത്. സഭൈക്യത്തിന്റെ വാതിലാണ് മലങ്കര കത്തോലിക്ക സഭ. ഇവിടെ എല്ലാ വിഭാഗീയതകളിൽ നിന്നും മോചനം നേടാൻ ഈ വാതിൽ സഹായകം, തുറക്കപ്പെട്ട ഈ വാതിൽ സഹായകമായി തീരും. സഭയ്ക്ക് വ്യക്തിഗത സ്വത്വബോധം നൽകി. അതാണ് അടിസ്ഥാനപരമായി ഈ സ്വത്വബോധം. അതാണ് നമ്മുടെ സാമുദായിക ബോധം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ കാസ പോലെയുള്ള ഒരു വർഗീയതയെ സംബന്ധിച്ചല്ല അവിടെ പറയുന്നത്. നമ്മുടെ സ്വത്വബോധം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്താണ്, നമുക്ക് ഉറച്ചു നിർത്താൻ മണ്ണില്ലാവരും ഉറച്ച മണ്ണില്ലാതെ വരുന്നതാണ്. അവിടെ ആ സ്വത്വബോധം ബലപ്പെടുത്തിയെടുക്കുന്നതിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കാൻ തക്കവണ്ണമുണ്ട് ആ ഒരു അസ്തിത്വം. 24 രീതികളിൽ സ്വയം ശീർഷക അവകാശമുള്ള ഒരു സഭാ സമൂഹമായി ഈ സഭയെ ഉറപ്പിച്ചു നിർത്തി മലങ്കര സഭയുടെ സ്വത്വബോധം, ആഗോള സഭയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ പിതാവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ, ഒരു വേദനയുടെ, അദ്ദേഹം നമ്മളിൽ നിന്നും ഒരു കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിച്ചത്, വളരെയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു നമുക്ക് നിറവേറ്റാനുള്ള ഒരു ദൗത്യം. ആ നിറവേറ്റുന്നതോട് പൂർത്തിയായി. നമ്മൾ കർത്താവ് 33 വർഷം വരെ വയസ്സ് വരെ മാത്രമേ ജീവിച്ചു. ഫ്രാൻസിസ് അസീസി 44 വയസ്സ് വരെ മാത്രമേ ജീവിച്ചു. ഇവാഞ്ചലിസ്റ്റ് 72 വയസ്സ് വരെ. പക്ഷേ ഇവർ മരണമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ ചൈതന്യം, അവർ ദർശനം, അവർ ആത്മീയത, അവർ സഭാത്മകത നമ്മെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഒരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ആസ്ഥാനത്തിൽ നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പായി നമ്മളുടെ ചീഫ് സെക്രട്ടറിയായി ലോമത്തായി സാർ അവിടെ ഭരണം നടത്തിയ ഒരു കാലഘട്ടത്തെ ഓർമ്മിക്കുകയും സാറിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരു കൊച്ചു ബാലനെ പോലെ ഇവിടെ ഓടിയെത്തിയിരുന്ന സ്വഭാവപരമായ എല്ലാ ശുശ്രൂഷകളും ആദ്യ അവസാനം എല്ലാം അറിയാവുന്നതും കൗതുകത്തോടെ ശ്രദ്ധിച്ചിരിക്കുന്ന ആ ഒരു സാന്നിധ്യം, ആ ഒരു പിന്തുടർച്ച, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം ഞാൻ അനുസ്മരിക്കുകയാണ്. പട്ടിയാൽ സാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ടീം നൽകിയിട്ടുള്ള ഈ വലിയ ഒരു നേതൃത്വം സന്തോഷത്തോടെ അനുസ്മരിക്കുന്നു. MCA എന്ന പ്രസ്ഥാനം അത് രൂപപ്പെടുത്തുമ്പോൾ തിരുമേനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് നിറവേറ്റാൻ തക്കവണ്ണം ഈ സമൂഹം ശക്തമാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, സമരങ്ങൾക്ക് നേതൃത്വം നൽകണം മെത്രാന്മാരല്ല. ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഉടനെ ഇവിടെ വന്ന് ചാനലിൽ സംസാരിക്കേണ്ടത് മെത്രാന്മാരല്ല, മറിച്ച് നമ്മളുടെ പ്രബുദ്ധരായ സഭ നേതാക്കന്മാരാണ്. പക്ഷേ സഭയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ, സഭയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കാൻ, സഭയുടെ പഠനവും ആത്മീയതയും സഭാത്മകതയും പൂർണ്ണമായി ഉൾക്കൊള്ളാനും തയ്യാറാകുന്ന ഒരു സഭ നേതൃത്വത്തെ സംബന്ധിച്ചാണ്, നേതൃത്വത്തെ സംബന്ധിച്ചാണ് പിതാവ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതെല്ലാം ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ സുഭാഷനോട് പ്രത്യേകിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ തുടർന്ന് നടക്കാൻ പോകുന്ന 2 ദിവസത്തെ MC അസംബ്ലിക്ക് എല്ലാ മംഗളങ്ങളും നേർന്ന ഞാൻ വാക്കുകൾ അവസാനം. MCയുടെ സ്നാപക പിതാവ് പിതാവിനെ കുറിച്ച് പങ്കുവച്ച ഓർമ്മകൾ അനുസ്മരണ സന്ദേശത്തെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.